എറണാകുളം പൂക്കാട്ടുപടിയിൽ തീപിടുത്തമുണ്ടായി. പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. എറണാകുളത്തെ പൂക്കാട്ടുപടിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് തീ പടർന്നു പിടിച്ചത്. രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിൻ, ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യമുണ്ടോ? ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കോരങ്ങാട്ട് മൂലയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. എടത്തല പഞ്ചായത്തിന് കീഴിൽ വരുന്ന പ്രദേശമാണിത്. പുലർച്ചയോടുകൂടിയാണ് തീ ആളിപ്പടർന്നത്. വലിയ തോതിൽ തീ ആളിപ്പടർന്നു. ആ ഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തി. അങ്ങനെയാണ് തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയത്. ഇപ്പോൾ തീ ഏതാണ്ട് പൂർണ്ണമായി അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തീ അണഞ്ഞുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വേഗത്തിൽ അണയില്ല. അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പുക അത് ശ്വസിച്ച് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നാട്ടുകാർക്ക് ഉണ്ടാവുകയും ചെയ്യും. അത്തരം പരാതികളൊക്കെ തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട്. കൂടാതെ നേരത്തെ തന്നെ ഈ ഗോഡൌണിനെതിരെ പരാതികൾ വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എടത്തല പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയാണ്. ഇതിന്റെ ഉടമ ബഷീറിനാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും ഇത് പ്രവർത്തിച്ചു എന്ന കാര്യവും ഇപ്പോൾ വ്യക്തമാവുകയാണ്. പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഈ സ്റ്റോപ്പ് മെമ്മോ മറികടക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തുന്നോ എന്നടക്കം പരിശോധിക്കും. പക്ഷേ പ്രാഥമികമായി ഇത് വയലേറ്റ് ചെയ്യപ്പെട്ട അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഗോഡൌൺ തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ തീപിടുത്തം വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ഇക്കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് കത്തി ഉയരുന്ന പുക അത് ശ്വസിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ തീർക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം ഫയർഫോഴ്സ് നേതൃത്വത്തിൽ നടത്തി വരികയാണ്. പൂക്കാട്ടുപടിയിലാണ് തീപിടുത്തമുണ്ടായി. പ്ലാസ്റ്റിക് ഗോഡൌണിലുണ്ടായ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമാണെങ്കിലും അപകടകരമായി പുക ഉയരുന്ന സ്ഥിതിയാണ് അവിടെ ഇപ്പോഴും തുടരുന്നത് എന്നതാണ് രാഗിൻ നൽകുന്ന വിവരം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളുമാണ് കാണുന്നത്.